നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. തനിക്ക് രാജ്യസഭാ സീറ്റ് നൽകാൻ തീരുമാനിച്ചാൽ ആലോചിച്ച മറുപടി പറയുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. നേരത്തെ രാജ്യസഭാ സീറ്റും മന്ത്രിസ്ഥാനവും വാഗ്ദാനം ചെയ്തപ്പോൾ വേണ്ടെന്ന് വെച്ചിരുന്നു. കേരളത്തിൽ 4 സീറ്റുകളിൽ എൻഡിഎക്ക് വിജയപ്രതീക്ഷ. കേന്ദ്രത്തിൽ ഇത്തവണയും എൻഡിഎ വരുമെന്നും തുഷാർ വെള്ളാപ്പള്ളി. പാലക്കാട് നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതി പാളി. ഓടകളിൽ തളം കെട്ടിയ മലിനജലം മഴയത്ത് പാതയിലേക്ക് ഒഴുകുന്നു. മലിനീകരണം പകർച്ചവ്യാധികൾ പടരാൻ കാരണമാകുമെന്ന് ആശങ്ക. അനധികൃത മദ്യവിൽപ്പന. കുന്നംകുളത്ത് 2 പേർ അറസ്റ്റിൽ. ദേശമംഗലത്ത് പട്ടിക്കൂടിനടിയിൽ ഒളിപ്പിച്ചുവെച്ച 32 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിനത്തിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മദ്യമെന്ന് എക്സൈസ്. ഇവൾ അമല. തൃശൂരിൽ KSRTC ബസ്സിൽ പിറന്ന കുഞ്ഞിന് മാതാപിതാക്കൾ അമല എന്ന് പേരിട്ടു. അമല ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും നൽകിയ കരുതലോടെയുള്ള പരിചരണത്തിന്റെ സ്മരണയ്ക്കായാണ് കുഞ്ഞിന് ആശുപത്രിയുടെ പേരിട്ടതെന്ന് രക്ഷിതാക്കൾ. വാർത്തകൾ വിശദമായി. തനിക്ക് രാജ്യസഭാ സീറ്റ് നൽകാൻ തീരുമാനിച്ചാൽ ആലോചിച്ച് മറുപടി പറയുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. നേരത്തെ രാജ്യസഭാ സീറ്റും മന്ത്രിസ്ഥാനവും നൽകാം എന്ന് പറഞ്ഞത് താൻ വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. പുതിയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു അവസരം വന്നാൽ ആലോചിച്ച് തീരുമാനമെടുക്കും. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, പത്തനംതിട്ട സീറ്റുകളിൽ എൻഡിഎക്കും പ്രതീക്ഷയുണ്ട്. കേന്ദ്രത്തിൽ ഇത്തവണയും എൻഡിഎ വരുമെന്നും തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിൽ പറഞ്ഞു. എക്സിറ്റ് പോളുകൾ കാണുന്നുണ്ടല്ലോ, 4ഓളം സീറ്റുകൾ എൻഡിഎക്ക് കേരളത്തിൽ പ്രതീക്ഷിക്കാമെന്നാണ് എക്സിറ്റ് പോളുകൾ കാണുന്നത്. അതുതന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന കാൽക്കുലേഷനുകളും. ഏതാണെങ്കിലും ഇന്ത്യയിൽ മൊത്തത്തിൽ എൻഡിഎ ഏതാണെങ്കിലും 350 സീറ്റിന് മുകളിലായിരിക്കും ജയിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ നേരത്തെ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇത് നേരത്തെ എനിക്ക് ഓഫർ ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നിട്ടുള്ളത്. കാരണം അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ പറയാൻ വേണ്ടി പോകുന്ന BDJS എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയത് എനിക്ക് MP ആകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അന്ന് അവോയ്ഡ് ചെയ്തത്. ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ഓഫർ വന്നാൽ ആ സമയത്ത് ആലോചിച്ച് തീരുമാനിക്കും. പാലക്കാട് നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതി പാളി. ഓടകളിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് നഗരജീവിതം ദുസ്സഹമാക്കി. രൂക്ഷമായ മലിനീകരണം മാരക രോഗങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കയിലാണ് നഗരവാസികൾ. പാലക്കാട് നഗരത്തിലെ ഏറെ ജനത്തിരക്കേറിയ നിരത്തുകൾക്ക് വശങ്ങളിലുള്ള ഓടകളിലാണ് മലിനജലം തളം കെട്ടി നിൽക്കുന്നത്. മഴ പെയ്താൽ മാർക്കറ്റ് റോഡിലെ ഓടകൾ കവിഞ്ഞ് മലിനജലം കടകളിലേക്ക് കയറുന്നത് പതിവായി മാറി. നഗരത്തിലെ പ്രധാന കച്ചവട സ്ഥാപനങ്ങൾ നിറഞ്ഞ വലിയങ്ങാടിയിലെ പ്രധാന അഴുക്കുചാലിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കാൻ ഇതുവരെയും നഗരസഭ ശുചീകരണ വിഭാഗം തയ്യാറായിട്ടില്ല. വ്യാപാരികൾ സഹകരിച്ച് മാലിന്യങ്ങൾ പുറത്തെടുത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കേണ്ട സ്ഥിതിയാണിവിടെ. ചാലിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കാത്ത നഗരസഭ വ്യാപാരികൾ നീക്കം ചെയ്ത മാലിന്യങ്ങൾ കൊണ്ടുപോകാനും തയ്യാറാകുന്നില്ല. മലിനീകരണം രൂക്ഷമായ നഗരത്തിൽ പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങളും വ്യാപാരികളും. ബിൽഡിംഗ് നിൽക്കുന്നത് ഡ്രൈനേജാണ്. അടിക്കൂടെ വലിയൊരു ഡ്രൈനേജാണ് പോയിക്കൊണ്ട്, പഴയൊരു വലിയ ഡ്രൈനേജാണ്. അതിൻ്റെ മുകളിൽ മുനിസിപ്പാലിറ്റി പെർമിഷൻ കൊടുത്ത് ബിൽഡിംഗ് കിട്ടും. മഴ കഴിഞ്ഞ് അതിനകത്തും കൂടെ വെള്ളം വരും. ഇനിവ് കടകളിൽ കൊണ്ടുവരും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അനധികൃത മദ്യവിൽപ്പന നടത്തിയ 2 പേരെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ചിറമനേങ്ങാട് തങ്കമണി സെന്റർ സ്വദേശികളായ 53 വയസ്സുള്ള സുരേഷ് ബാബു, 58 വയസ്സുള്ള സുന്ദരൻ എന്നിവരാണ് പിടിയിലായത്. കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ P. ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇവരിൽ നിന്ന് 30 കുപ്പി മദ്യം പിടികൂടി. പ്രതികൾ അനധികൃത മദ്യവിൽപ്പന നടത്തുന്നുണ്ടെന്ന് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ ഡ്രൈ ഡേയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ NR രാജു, AC ജോസഫ്, സിദ്ധാർത്ഥൻ, സുനിൽ ദാസ്, പ്രിവൻറ്റീവ് ഓഫീസർ CV സന്തോഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലത്തീഫ്, സതീഷ്, നിവ്യ ജോർജ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശമംഗലത്ത് പട്ടിക്കൂടിനടിയിൽ ഒളിപ്പിച്ചുവച്ച 32 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. സംഭവത്തിൽ 62കാരൻ വടക്കാഞ്ചേരി എക്സൈസിന്റെ പിടിയിലായി. ദേശമംഗലം പല്ലൂർ കോളനി കൃഷ്ണൻകുട്ടിയുടെ വീട്ടിലെ പട്ടിക്കൂടിന്റെ അടിയിൽ രഹസ്യമായി സൂക്ഷിച്ച വിദേശ മദ്യമാണ് പിടികൂടിയത്. 50ഓളം മദ്യക്കുപ്പികൾ എക്സൈസ് സംഘം പിടിച്ചെടുത്തു. 1ാം ഡ്രൈ ഡേയിലും വോട്ടെണ്ണൽ ദിനമായ ജൂൺ 4-നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മദ്യമാണ് പിടിച്ചെടുത്തത്. തൊണ്ടി മുതലായ 600 രൂപയും 32 ലിറ്റർ മദ്യവും സഹിതം പ്രതിയെ വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിൽ എത്തിച്ച ശേഷം കോടതിയിൽ ഹാജരാക്കി.
വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ RP മിഥുൻലാലിന്റെ നേതൃത്വത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരായ CA സുരേഷ്, പ്രശാന്ത്, പ്രശോഭ, അബൂബക്കർ എന്നിവരാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി വാർഷിക പൊതുയോഗം ചേർന്നു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി N കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് R ബാബു സുരേഷ്, ട്രഷറർ T മണികണ്ഠൻ, ജോയിന്റ് സെക്രട്ടറി K ബേബി ശ്രീകല എന്നിവർ പ്രസംഗിച്ചു. സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്ക് ഗ്രേഡിംഗ് നടത്തി 10 കോടി രൂപ വായ്പ നൽകുന്നതിനും സംഘത്തിലെ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വനിതാ കലോത്സവം നടത്തുന്നതിനും മേഖല തിരിച്ച് മെഡിക്കൽ ക്യാമ്പുകളും ശില്പശാലകളും നടത്തുന്നതിനും പൊതുയോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ വെങ്കിടങ്ങിൽ മാങ്ങ പറിക്കുന്നതിനിടെ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ബംഗാൾ സ്വദേശി മരിച്ചു. ബംഗാൾ സ്വദേശി 32 വയസ്സുള്ള ഹമറുള്ള ഹാരിസാണ് മരിച്ചത്. രാവിലെ 10:15 സംഭവം. വെങ്കിടങ്ങ് കണ്ണോത്ത് സ്വദേശിയുടെ പറമ്പിലെ മാവിൽ നിന്ന് മാങ്ങ പറിക്കുന്നതിനിടയിൽ സമീപത്തെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ മരണം സംഭവിച്ചു. മൃതദേഹം പാവറട്ടി സാന്റ് ജോസ് ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂരിൽ KSRTC ബസ്സിൽ പിറന്ന കുഞ്ഞിന് മാതാപിതാക്കൾ അമല എന്ന് പേരിട്ടു. അമല ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് പ്രസവം എടുക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തതിന്റെ ഓർമ്മയ്ക്കായാണ് പെൺകുട്ടിക്ക് മാതാപിതാക്കൾ അമല എന്ന് പേരിട്ടത്. അമല ആശുപത്രിയിൽ ഇവരുടെ ചികിത്സ പൂർണ്ണമായും സൗജന്യമായിരുന്നു. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം കുഞ്ഞുമായി ദമ്പതികൾ ഇന്നലെ നാട്ടിലേക്ക് മടങ്ങി. അമല ആശുപത്രിയിൽ നിന്ന് ലഭിച്ച സ്നേഹവും പരിചരണവും മറക്കാനാവാത്തതാണെന്നും അതിനാലാണ് ആശുപത്രിയുടെ പേര് തന്നെ മകൾക്കിടുന്നതെന്നും മാതാവ് പറഞ്ഞു. അമല ആശുപത്രിയിൽ നടന്ന ലളിതമായ യാത്രയയപ്പ് ചടങ്ങിൽ ആശുപത്രിയുടെ സ്നേഹോപഹാരം ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ കൈമാറി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം പെങ്ങാമുക്കിൽ വീട്ടിൽ തീപിടുത്തം. പെങ്ങാമുക്ക് അയ്യർ റോഡ് സ്വദേശി കുട്ടിമോൻ്റെ വീട്ടിലാണ് അഗ്നിബാധയുണ്ടായത്. വീടിന് മുകളിലത്തെ നിലയിൽ കൂട്ടിയിരുന്ന വൈക്കോലിന് തീപിടിക്കുകയായിരുന്നു. ശനിയാഴ്ച രാത്രി 11:30യോടെയായിരുന്നു സംഭവം. തീ ആളിപ്പടരുന്നത് കണ്ടതോടെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തീയണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ B വൈശാഖിൻ്റെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തി തീയണച്ചത്. അഗ്നിരക്ഷാസേനയുടെ വലിയ വാഹനത്തിന് സംഭവസ്ഥലത്തേക്ക് എത്താൻ കഴിയാതിരുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. വീടിനു മുകളിൽ സൂക്ഷിച്ച വൈക്കോൽ കെട്ടുകൾ ഏറെ നേരം പണിപ്പെട്ട് പൂർണ്ണമായും നീക്കം ചെയ്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സുരേഷ്, ശ്യാം, ഇബ്രാഹിം, വിഷ്ണുദാസ്, നവാസ് ബാബു, ലിജു എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് തല ടാലന്റ് സെർച്ച് ക്വിസ് മത്സരം നടത്തി. ക്വിസ് മത്സരത്തിന്റെ ഉദ്ഘാടനവും സമ്മാന വിതരണവും മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. കുട്ടികൾ പങ്കെടുത്തവരൊക്കെ നന്നായി പെർഫോം ചെയ്തുവെന്നും നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത് എന്നുമാണ് ഇവിടെ പറഞ്ഞത്. താലൂക്ക് തലത്തിലുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ ഇതിനു മുമ്പ് നടന്ന മത്സരങ്ങളിലും കുട്ടികൾ നന്നായി ജനറൽ നോളജും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയുന്ന കുട്ടികളാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പട്ടാമ്പി താലൂക്ക് തലത്തിൽ വിവിധ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഹൈസ്കൂൾ +2 വിദ്യാർത്ഥികൾക്കായി പട്ടാമ്പി ലയൺസ് ക്ലബും ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ പട്ടാമ്പിയും സംയുക്തമായാണ് ടാലന്റ് സെർച്ച് ക്വിസ് മത്സരവും സമ്മാന വിതരണവും നടത്തിയത്. പരിപാടിയിൽ പട്ടാമ്പി ലയൺസ് ക്ലബ് പ്രസിഡന്റ് K മനോജ് അധ്യക്ഷനായി. പട്ടാമ്പി ലയൺസ് ക്ലബ് ഭാരവാഹികളായ KB ബിജു, മുഹമ്മദ് ബഷീർ, ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഡയറക്ടർ B മണികണ്ഠൻ, മാനേജർമാരായ P സുമ, K മണികണ്ഠൻ, P പ്രവീണ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. താലൂക്കിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 100-ലധികം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ മുണ്ടായ സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെയും പെൻഷനേഴ്സ് കൂട്ടായ്മയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നഗരസഭ 24-ാം വാർഡിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകൾ സമ്മാനിച്ചു. വിതരണോദ്ഘാടനം വാർഡ് കൗൺസിലർ P ജിഷ നിർവഹിച്ചു. കൂട്ടായ്മയെയും അഭിനന്ദിക്കുകയാണ്. കാരണം സ്കൂൾ തുറക്കാൻ വേണ്ടി ജൂൺ 3-ന് സ്കൂൾ തുറക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സ്കൂൾ തുറക്കാൻ പോകുന്ന ഈ വേളയിൽ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ പഠന സാമഗ്രികൾ വിതരണം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തിയ സംഘടനയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല.
കാരണം നമുക്കറിയാം ഇന്ന് വിദ്യാഭ്യാസം എന്നത് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും വലിയൊരു പ്രതിസന്ധികളിലൂടെയാണ്. നമുക്ക് ഇനിയും ഈ മഴക്കാലമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വേളയിൽ അതുകൂടി സൂചിപ്പിക്കുകയാണ്, നമ്മുടെ എല്ലാ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നമ്മുടെ രക്ഷിതാക്കളായാലും കുട്ടികളായാലും ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. മുണ്ടായ സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എൻ മുണ്ടൻ സ്വാഗതം പറഞ്ഞു. ഷൊർണൂർ മേഖലാ ട്രഷറർ എൻ ലോഹിതാക്ഷൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ടി കുമാരൻ, ഷൊർണൂർ മേഖലാ സെക്രട്ടറി കെ ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി കെ ടി രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. തനിക്ക് രാജ്യസഭാ സീറ്റ് നൽകാൻ തീരുമാനിച്ചാൽ ആലോചിച്ച മറുപടി പറയുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. നേരത്തെ രാജ്യസഭാ സീറ്റും മന്ത്രിസ്ഥാനവും വാഗ്ദാനം ചെയ്തപ്പോൾ വേണ്ടെന്ന് വെച്ചിരുന്നു. കേരളത്തിൽ 4 സീറ്റുകളിൽ NDAക്ക് വിജയപ്രതീക്ഷ. കേന്ദ്രത്തിൽ ഇത്തവണയും NDA വരുമെന്നും തുഷാർ വെള്ളാപ്പള്ളി. പാലക്കാട് നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതി പാളി. ഓടകളിൽ തളം കെട്ടിയ മലിനജലം മഴയത്ത് പാതയിലേക്ക് ഒഴുകുന്നു. മലിനീകരണം പകർച്ചവ്യാധികൾ പടരാൻ കാരണമാകുമെന്ന് ആശങ്ക. അനധികൃത മദ്യവിൽപ്പന. കുന്നംകുളത്ത് 2 പേർ അറസ്റ്റിൽ. ദേശമംഗലത്ത് പട്ടിക്കൂടിനടിയിൽ ഒളിപ്പിച്ചുവെച്ച 32 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിനത്തിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മദ്യമെന്ന് എക്സൈസ്. ഇവൾ അമല. തൃശൂരിൽ KSRTC ബസ്സിൽ പിറന്ന കുഞ്ഞിന് മാതാപിതാക്കൾ അമല എന്ന് പേരിട്ടു. അമല ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും നൽകിയ കരുതലോടെയുള്ള പരിചരണത്തിന്റെ സ്മരണയ്ക്കായാണ് കുഞ്ഞിന് ആശുപത്രിയുടെ പേരിട്ടതെന്ന് രക്ഷിതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.